താങ്കളൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണല്ലോ. ഇപ്പോൾ നല്ല ചൂടുകാലമാണ്, വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഈ ചൂടുകാലത്താണ് ഉത്സവങ്ങൾ നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചൂടുകാലത്ത് ആനകളെ എഴുന്നള്ളിക്കുന്നു, കൃത്യമായ ചട്ടം പാലിക്കുന്നില്ല, തണലത്ത് നിർത്തുന്നില്ല, ഉത്സവങ്ങൾക്കിടയിൽ ഇടവേള കൊടുക്കുന്നില്ല. ഈ പ്രശ്നമൊക്കെ ഇവിടെ തുടരുകയാണ്. മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ചയാകും, പിന്നീട് വീണ്ടും പഴയപടി കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ്. തികച്ചും നിർഭാഗ്യകരവും സങ്കടകരവുമായ കാര്യമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ അത് തീർത്തും അവിചാരിതമോ അപ്രതീക്ഷിതമോ അല്ല. കാരണം ഇത് കേരളത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന സംഭവമല്ല, മുൻപും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി പല നിയമങ്ങളും ഉണ്ടാക്കിയത്. നേരത്തെ ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. ആനകൾ എന്ന് പറഞ്ഞാൽ അതൊരു വന്യജീവിയാണ്. അത് നാട്ടാന കാട്ടാന എന്ന വ്യത്യാസമൊന്നുമില്ല. നാട്ടാന എന്ന് പറയുന്നൊരു ആനയില്ല, കാട്ടാന തന്നെയാണ് എല്ലാ ആനകളും. നമ്മൾ ശ്രമിക്കുന്നു, അതിനെ മെരുക്കിയിട്ടൊക്കെ ശ്രമിക്കുന്നു എന്നല്ലാതെ 100% നമുക്കതിനെ ഒരു ഡൊമസ്റ്റിക് ആനിമൽ, പൂച്ചയെ പോലെയോ പട്ടിയെ പോലെയോ ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ ആനകൾ നേരത്തെ ശ്രുതി ചോദിച്ചതുപോലെ വളരെ സെൻസിറ്റീവാണ് ആനകൾ, പ്രത്യേകിച്ചും ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ. നമ്മളെപ്പോലെ മനുഷ്യരെ പോലെ വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത ജീവികളാണ് ആനകൾ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് മറ്റു മാർഗങ്ങൾ തേടണം അവയുടെ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി. അത് കാര്യമായിട്ട് അത് ചെയ്യുന്നത് ഒന്ന് ചെവിയാട്ടി 10 ഡിഗ്രി വരെ ഒക്കെ ടെമ്പറേച്ചർ അത് കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ അതിന് ഇടയ്ക്കിടയ്ക്ക് കുളിക്കണം, മണ്ണിൽ കുളിക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിക്കണം. ഇതൊക്കെ ചെയ്യേണ്ട ആനയെയാണ് ഇങ്ങനെ ദീർഘനേരം ചങ്ങലക്കിട്ട് ഇങ്ങനെ നിർത്തുന്നത്. തീർച്ചയായും അത് അത്ര ചൂടിൻ്റെ കൂടെ തന്നെ ശബ്ദവും വെളിച്ചവും അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ പരിചയമില്ലാത്ത പല കാര്യങ്ങളെയും കൊണ്ട് അതിൻ്റെ സ്ട്രെസ്സ് കൂടുകയും സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാനസികമായ നില തെറ്റുന്നത്. ആനകളെന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാന്മാരായ ജീവികളാണ്. നമ്മുടെ മനുഷ്യരെ പോലെയും അതുപോലെ തന്നെ ചിമ്പാൻസികളെ പോലെയൊക്കെ നിയോ കോർട്ടക്സ് എന്ന തലച്ചോറിലുള്ള ആ ഭാഗം വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു അനിമലാണ് ആന. അതുകൊണ്ടായിരിക്കാം അത് ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമായിരിക്കും. പൊതുവേ പറയാറുണ്ടല്ലോ, ബുദ്ധിയുള്ളവർക്ക് പേടിയും കൂടുതലുണ്ടാകും എന്ന് പറയാറുണ്ട്. കാരണം അതിനറിയാം അതിൻ്റെ കോൺസിക്വൻസ്, അതെന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അതിന് കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് അറിയാനുള്ള ബുദ്ധി ആനകൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് പെട്ടെന്ന് പ്രതികരിക്കാത്തത്. പക്ഷേ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് അത് പ്രതികരിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഹോർമോൺ ലെവൽ കൂടുകയും സ്ട്രെസ്സ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. ചൂട് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പറയുന്നു, ക്ഷേത്ര കമ്മിറ്റി പറയുന്ന അനുസരിച്ചാണെങ്കിൽ തൊട്ടടുത്തു നിന്നും പടക്കം പൊട്ടിച്ചിട്ടില്ല, അവിടെ വെടിക്കെട്ടിന്റെ സമയമാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരെ നിന്നും ഒരു കുളത്തിന്റെ അപ്പുറത്തു നിന്നും കതിര പൊട്ടിച്ചതാണ്. അതൊരു വലിയ രൂപത്തിൽ ഒരു പടക്കം പൊട്ടിക്കലായിരുന്നില്ല എന്ന് തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. അപ്പോൾ ചെറിയ തരത്തിലുള്ള ശബ്ദം പോലും അരോചകമാവുന്ന ഒരു അവസ്ഥ ആനകൾക്കുണ്ടാകുമോ ഈ അസ്വസ്ഥതയുള്ള സമയത്ത്? അതെ, ശബ്ദം ഞാൻ ഉദ്ദേശിക്കുന്നത് പടക്കത്തിൻ്റെയോ കതിനയുടെ ശബ്ദമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാതരം ശബ്ദവും തന്നെ അത് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് തന്നെ അത് പ്രൊവോക്ട് ആയത്. ഇതിപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ, ഈ ആന പരിപാലന ചട്ടം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിൽ കൃത്യമായ കാര്യങ്ങൾ എല്ലായിടത്തെയും കാര്യങ്ങൾ പരിശോധിക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പോകണം എന്നുള്ളതിലും അപ്രായോഗികത ഉണ്ടല്ലോ. അവസാനം കുറ്റം പറയുമ്പോൾ വനംവകുപ്പിനെ മാത്രം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും നിയമങ്ങളുടെ വഴിക്ക് പോവുകയുള്ളൂ. അത് പൂർണ്ണമായിട്ടൊന്നും നടപ്പാക്കുവാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ഉത്സവം പോലെയുള്ള തിരക്കുള്ള സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രാക്ടിക്കലായിരിക്കില്ല. നമ്മൾ നിയമങ്ങളൊക്കെ പാലിക്കുക എന്ന്, ഇത്ര മീറ്റർ വിട്ടു നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും നടപ്പാക്കുവാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.